എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. പുതിയ മാസത്തിലെ 2-ാം ദിവസത്തിൽ കർത്താവിൻ്റെ കൃപ അനുഭവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും കൃപമേൽ കൃപ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ബഹുമാനം ഒരു കണ്ണാടി പോലെയാണ്. നാം എത്രയധികം മറ്റുള്ളവർക്ക് അത് കാണിക്കുമോ അത്രയും അധികം അത് മറ്റുള്ളവരിൽ നിന്ന് പ്രതിഫലിക്കും. ബഹുമാനം നമ്മൾ അങ്ങോട്ട് കൊടുത്ത് തിരിച്ചു മേടിക്കേണ്ട ഒന്നാണ്, ഇങ്ങോട്ട് കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കേണ്ട ഒന്നല്ല. ഒന്നുകൂടി പറയാം, ബഹുമാനം നാം അങ്ങോട്ട് കൊടുത്ത് തിരിച്ച് വാങ്ങേണ്ട ഒന്നാണ്, പ്രതിഫലിക്കേണ്ട ഒന്നാണ്. നമുക്ക് കിട്ടിയിട്ടാ എന്നെ ആദ്യം ഒന്ന് ഓണർ ചെയ്യട്ടെ, എന്നെ ഒന്ന് ബഹുമാനിക്കട്ടെ, ഇല്ല, അങ്ങോട്ട് കൊടുക്കും. ഭാര്യമാരെ അങ്ങോട്ട് കയറി ബഹുമാനിക്കും, ഇങ്ങോട്ട് ബഹുമാനിക്കുന്നില്ലെങ്കിൽ അങ്ങോട്ടൊന്ന് ബഹുമാനിക്കും. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ റെഡിയാവുന്നേ. ബഹുമാനം അങ്ങോട്ട് തമ്മിൽ ബഹുമാനം കൊടുക്കണം. എല്ലാവരെയും ബഹുമാനിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, എളിയവരെ ബഹുമാനിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം. ഇന്ന് ആത്മീയ കൂട്ടായ്മകളിൽ പോലും എന്നെ ബഹുമാനിച്ചില്ല, എന്നെ ആദരിച്ചില്ല, എനിക്ക് കസേര തന്നില്ല, എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചില്ല, എന്നെ സ്റ്റേജിലോട്ട് കൊണ്ടുവന്ന് ഇരുത്തിയില്ല. ഒരിക്കലും ഒരു കല്യാണം നടത്തുവാനായിട്ട് ഞാൻ പുത്തൻകുരിശെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ സ്റ്റേജിൽ പെണ്ണും ചെറുക്കനും ഇരിക്കണം, ചെറിയൊരു സ്റ്റേജാണ്. പിന്നെ ഒരു 3 കസേര ഇടാനുള്ള സ്ഥലമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ സ്ഥലമില്ല. അപ്പോൾ ആ സ്ഥലത്തെ പാസ്റ്റർ, പിന്നെ പെണ്ണിൻ്റെ പാസ്റ്റർ, ചെറുക്കൻ്റെ പാസ്റ്റർ സ്ഥലത്തെ പാസ്റ്ററാണ്, പിന്നെ പെണ്ണിൻ്റെ പാസ്റ്ററുണ്ട്, പിന്നെ കല്യാണം നടത്താൻ ചെന്നിരിക്കുന്ന ഞാൻ. അപ്പോൾ ഇതിനിടയിൽ കുറേ ആൾക്കാരവിടെ വന്നു, കർത്താവിൻ്റെ വേലയിലേക്കുള്ള പലരും വന്നു. അവിടെ സ്ഥലമില്ലെങ്കിൽ അവർ ആൾക്കൂട്ടത്തിൽ നിന്ന് 2, 3, 4 കസേരയായിട്ട് വന്ന് ആ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കൂടി ഇടയിൽ കയറി ഇരിക്കുകയാണ്. കാരണം അവർക്ക് കസേര കൊടുത്തില്ലെങ്കിൽ അവർ കസേര കൊണ്ടുവന്നിട്ട് ബഹുമാനം പിടിച്ചെടുക്കുന്നവർ. ഞാനത് ഓർത്ത് ഇന്നും ചിരിക്കും. എന്തൊരു അബദ്ധമാണ്. കർത്താവ് തന്നെ പറഞ്ഞു, നിന്നെ ഒരാൾ അത്താഴത്തിനോ മുത്താഴത്തിനോ ക്ഷണിച്ചാൽ നീ ആദ്യമേ പോയി സ്റ്റേജിൽ കയറി ഇരിക്കരുത്. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നിന്നേക്കാൾ ബഹുമാനത്തിന് യോഗ്യനായവൻ അവിടെ വരുമ്പോൾ, സ്നേഹിത ഈ സീറ്റ് അവന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് ഏറ്റവും ഒടുവിലത്തെ സീറ്റിൽ പോയിരിക്കുമ്പോൾ നമ്മൾ ചമ്മിപ്പോവും എന്നാണ് യേശു പറഞ്ഞത്. ഭയങ്കര രസകരമായിട്ടാണ് യേശു അത് പറഞ്ഞത്. എന്നാൽ നമ്മൾ വരുമ്പോൾ തന്നെ ഏറ്റവും പുറകിൽ പോയിരുന്നാലോ? നമ്മളെ ക്ഷണിച്ച ആൾ വന്ന് സ്നേഹിത ഫ്രണ്ടിലോട്ട് വന്നിരിക്കുക എന്ന് പറയുമ്പോൾ, നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഫ്രണ്ടിലോട്ട് ഇരുത്തുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? ആ ക്ഷണിച്ചയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനത്തിന് യോഗ്യനായ ആളാണെന്ന് മനസ്സിലാവും. 2, ഇദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് ഏറ്റവും പുറകിലെ സീറ്റ് സെലക്ട് ചെയ്തു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം. വളരെ താഴ്മയുള്ളവനാണ്, നല്ല മനുഷ്യനാണ്, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്നവനാണ് എന്നിങ്ങനെയുള്ള പല മാന്യതകളും അതിലുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ പ്രധാന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കരുത്, ഏറ്റവും കുറഞ്ഞ സ്ഥലം തിരഞ്ഞെടുക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് ബഹുമാനം തരുമ്പോൾ ഉണ്ടാകുന്ന ബഹുമാനമാണ് ശരിയായ ബഹുമാനം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബഹുമാനമല്ല, മറ്റുള്ളവർ തരുന്ന ബഹുമാനമാണ് ബഹുമാനം. ഈ സത്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ബഹുമാനം കൊടുത്ത് വാങ്ങണം. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന്. മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കാമോ? അതിൻ്റെ 1000 മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മേക്കാൾ മൂത്തവർ വരുമ്പോൾ ഒന്ന് എഴുന്നേൽക്കാമോ? അത് എൻ്റെ പാസ്റ്റർ പഠിപ്പിച്ചതാണ്. പാസ്റ്റർ പഠിപ്പിച്ച എങ്ങനെ? എൻ്റെ പാസ്റ്റർ M.A. വർഗീസ് അദ്ദേഹത്തിൻ്റെ മുറിയിലോട്ട്
ചായയായിട്ട് എൻ്റെ ഭാര്യയോ ഞാനോ ചെന്ന് കഴിഞ്ഞാൽ ചാടി എഴുന്നേക്കും. പതുക്കെയല്ല എഴുന്നേക്കുന്നത്, ചാടി എഴുന്നേൽക്കും. ബഹുമാനിക്കുന്ന മനുഷ്യർ. അതുകൊണ്ട് അവർക്കൊന്നും ബഹുമാനമൊന്നും കുറഞ്ഞു പോയില്ല. അവരുടെ ബഹുമാനം ഞങ്ങളവരെ ബഹുമാനിക്കുന്ന അതിൻ്റെ പല മടങ്ങായിട്ട് ഇപ്പോഴും ബഹുമാനിക്കുന്നു. കാരണം ഇതൊക്കെ നല്ല മനുഷ്യരിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഇതിനു വേണ്ടിയാണ് ഒരു ഫെലോഷിപ്പിന് പോകേണ്ടത്. ഓൺലൈനായിട്ട് മാത്രം വീട്ടിലിരുന്നാൽ ഇതൊന്നും പഠിക്കില്ല. ഇതൊക്കെ ചെയ്ത് പഠിക്കേണ്ട സ്ഥലമാണ്. ഒരു വർക്ക്ഷോപ്പിൽ ഓൺലൈനായിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്ത് എങ്ങനെയുണ്ടാവും? കാർ വർക്ക്ഷോപ്പിൽ കരി പുരളാതെ കസേരയിലിരുന്ന് കമ്പ്യൂട്ടറിൽ നോക്കി വണ്ടി റിപ്പയറിങ് പഠിച്ചാൽ എങ്ങനെയുണ്ടാവും? ഇതുപോലെയാണ് ഈ ഓൺലൈനായിട്ട് ചർച്ച അറ്റൻഡ് ചെയ്യുന്നവർ. വലിയ ഗുണമൊന്നുമില്ല. അതാരുടെയും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, പ്രാക്ടിക്കലായിട്ട് ഒന്നുമില്ല. എന്ത് വിഡ്ഢിത്തരമാണത്! നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ വരണം. എഴുന്നേക്കാൻ നിവൃത്തിയില്ലെങ്കിൽ അവിടെ കിടന്ന് ഓൺലൈനിൽ പങ്കെടുത്തോ, ബാക്കി കർത്താവ് നോക്കും. എന്നാൽ ജീവിതത്തിൽ അറിയേണ്ട സത്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ആത്മാവിൽ വളരണമെങ്കിൽ നിങ്ങൾ പോകുന്ന സഭയിലെ കൂട്ടായ്മയിൽ നിങ്ങൾ പോകണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ. യേശുവേ, ഞങ്ങളെ ഉണർവിനായി ഉപയോഗിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൽ അങ്ങ് വെച്ചിരിക്കുന്ന അന്ത്യകാല ഉണർവിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ ഉപയോഗിക്കണേ കർത്താവേ. അങ്ങ് എന്തെല്ലാം വെച്ചിട്ടുണ്ട് അതിൽ ഞങ്ങളെ ഒന്ന് കൂട്ടണമേ, ഞങ്ങളെ ഒന്ന് ഇൻവോൾവ് ചെയ്യണമേ അപ്പാ. അണയാത്തൊരു അഗ്നി ഞങ്ങളിൽ കത്തട്ടെ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ
സർവവുമായി അടിയനിതാ. യേശുവേ, അടിയനിതാ. ദേവാ, അടിയനിതാ. ദേവാ, അടിയനിതാ. ദേവാ, അടിയനിതാ. അടിയനിതാ. ദേവാ, അടിയനിതാ. ദേവാ, അടിയനിതാ. ദേവാ, അടിയനിതാ. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുന്നു. അതായത് അപ്പോസ്തലന്മാരാൽ ഭയങ്കര അത്ഭുതങ്ങളും അടയാളവും നടക്കുന്നു. അവരുടെ നിഴല് പോലും ജനങ്ങൾക്ക് സൗഖ്യമാകുന്നു. യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിലും ഇപ്പോൾ ആശുപത്രികളെല്ലാം അടച്ചു പൂട്ടിയ അന്തരീക്ഷമായി. ഡോക്ടർമാർ വീട്ടിലിരിക്കുകയാണ്. ഡോക്ടർമാരെ വീട്ടിലിരുന്ന് ഭാര്യയെ സഹായിക്കുന്നു. നേഴ്സുമാർ വീട്ടിൽ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നു. ആശുപത്രി അധികൃതർ വളരെ വിഷമത്തിൻ്റെ നടുവിലാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. കഴിഞ്ഞിടക്ക് കോവിഡിന് ശേഷം എനിക്കറിയാവുന്ന നമ്മുടെ ഒരു ആത്മീയ പൈതൽ, അവനൊരു ഹോസ്പിറ്റൽ ആരംഭിച്ചു. കേരളത്തിലൊരു 5 നില കെട്ടിടത്തിലാണ്. ഒത്തിരി ഡോക്ടർമാരുണ്ട്, നേഴ്സുമാരുണ്ട്. ഒരു ജംഗ്ഷനിലാണ് ഹോസ്പിറ്റൽ. ഞാൻ പലപ്പോഴും അവിടെ ചെന്നിട്ടുണ്ട്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, പാസ്റ്ററെ, പ്രത്യേകം പ്രാർത്ഥിക്കണം, രോഗികൾ വരുന്നില്ല. ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രോഗികൾ വേണം, രോഗികൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഒരു പാസ്റ്ററിന് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ്. രോഗികൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കണം. അനേക രോഗികളായി തീർന്നിട്ട് വയ്യാതെയായിട്ട് ഈ ആശുപത്രിയിലോട്ട് പോകാനും പ്രാർത്ഥിക്കണം. ഞാനത് ഓർത്ത് ഒത്തിരി ചിരിച്ചു. എന്തു ചെയ്യും? പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? എന്തു ചെയ്യും? അവസാനം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മോനെ നല്ലൊരു വരുമാന മാർഗം കർത്താവേ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം അതിനകത്ത് ഇതല്ലെങ്കിലും വേറെ ഏതെങ്കിലും മാർഗം തുറക്കാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി രോഗികൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും? അവന് വരുമാനം മതിയല്ലോ. അതിനുശേഷം അദ്ദേഹം പല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും പലതും ഒക്കെ ആരംഭിച്ചതായിട്ട് പിന്നീട് ഞാൻ അറിഞ്ഞു. ഏതായാലും നെഗറ്റീവായിട്ടുള്ളൊരു പ്രാർത്ഥനയ്ക്ക് നമുക്ക് പറ്റില്ല. നമ്മെ ദൈവം വിളിച്ചത് നന്മ ചെയ്യാനാണ്. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്. ഇവിടെ എല്ലാവരും സൗഖ്യമാകുകയാണ്. പട്ടണം മുഴുവൻ സൗഖ്യമാകുകയാണ്. ഫിലിപ്പോസ് പട്ടണത്തിൽ ചെന്നു ശമരിയയിൽ മുഴുവൻ രോഗികൾ സൗഖ്യമാകുകയാണ്. മഹാസന്തോഷമുണ്ടാകുകയാണ്. ഇതാണ് ദൈവസഭ. ദൈവസഭ സന്തോഷം കെടുത്തുന്ന, തമ്മിലടിക്കുന്ന, പോലീസുകാർ വന്ന് സമാധാനം കൊടുക്കുന്ന സ്ഥലമല്ല സഭ. പോലീസുകാർ വന്നിട്ട് അടിയുണ്ടാക്കല്ലേ. 2 കക്ഷികളോട് പറയുകയാണ്, 2 ഗ്രൂപ്പ്. പൗലോസിൻ്റെ പക്ഷം, അപ്പല്ലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം, യേശുവിൻ്റെ പക്ഷം. തമ്മിലടിയാണ്. എങ്ങനെ ഉണ്ടാകും? അപ്പല്ലോസിൻ്റെ പക്ഷം പറയണത് ഇപ്പം ശരിയാക്കി കളയുമെന്ന്, പൗലോസിൻ്റെ പക്ഷം പറയുന്നത് കാണിച്ചു തരാമെന്നാണ്. അപ്പൊ ഇങ്ങനെ ദൈവമില്ലാതെ ജീവിക്കുന്ന മറ്റു പലരും വന്നാണ് സമാധാനം തരുന്നത്. സഭയാണ് ദേശത്തിന് സമാധാനം കൊടുക്കേണ്ടത്. ഭൂമിക്ക് മുഴുവനും സമാധാനം കൊടുക്കാനുള്ള സമാധാനം ഉള്ളിലുള്ള സഭ സമാധാനമില്ലാതെ നാട്ടുകാർ വന്ന് സഭയെ സമാധാനിപ്പിക്കുന്നു. എന്തൊരു വിചിത്രമാണല്ലേ നമ്മൾ കാണുന്ന പല ദൈവസഭകളും. ഇതൊരു പൈശാചികമാണ്. ദൈവികമാണെന്ന് ഇതിനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ അതിൽ നിന്ന് പുറത്തു വരണം.
ദൈവസഭകളെ, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കാനുള്ളവരല്ല, നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ മലമേൽ ശോഭിക്കുന്ന പട്ടണമായി ജീവിക്കാനുള്ളവരാണ്. ഈ സത്യം നമ്മൾ അറിഞ്ഞ് ജീവിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് കേടുവരുത്തരുത്, പേരുദോഷമുണ്ടാക്കരുത്. സകലതും നിവർത്തിയാക്കിയ യേശുവിൻ്റെ നാമത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ പാടില്ല. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ദേശത്ത് വലിയ അനുഗ്രഹങ്ങൾക്കായി നമ്മെ ദൈവത്തിന് വേണം. അടുത്ത വാക്യം, പിന്നീട് പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. 17-ാം വാക്യം, പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്ക രീതിയിൽ, ദേശത്തുള്ള ഏറ്റവും വലിയ മനുഷ്യർക്ക് പോലും അസൂയ തോന്നത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. മറ്റുള്ളവർക്ക് അസൂയ വരും. അതുപോലെ സാധാരണ കാര്യമല്ല. കാരണം ഇത്രയും ജനങ്ങൾ ഇവരോട് ചേർന്ന് നിൽക്കുന്നു, ഇവർ പറയുന്ന വാക്കുപോലെ നടക്കുന്നു, യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടക്കുന്നു. അന്ന് യേശുവിനെ മാത്രം പിടിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ആരെ പിടിക്കും? ജനങ്ങളെല്ലാവരും കൃപയിൽ നിറഞ്ഞവരാണ്. ആര് തൊട്ടാലും രോഗികൾ സൗഖ്യമാകുകയാണ്, എല്ലാവരും സൗഖ്യമാവുകയാണ്. ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ സമൂഹത്തിലെ ഏറ്റവും മഹാന്മാരായ മനുഷ്യർക്കെല്ലാം ഇവരോട് അസൂയ തോന്നി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പാർക്കുന്ന പട്ടണത്തിൽ, നമ്മൾ പാർക്കുന്ന ദേശത്ത് ഭരണകക്ഷികൾക്കും പ്രതിപക്ഷത്തിനും എല്ലാവർക്കും അസൂയ തോന്നുന്ന നിലയിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. ഇന്ന് പലരെയും വിമർശിക്കുന്നത് അസൂയ കൊണ്ടാണ്. യേശുവിനെ ക്രൂശിച്ചത് അസൂയ കൊണ്ടാണ്. അത് പീലാത്തോസിന് മനസ്സിലായി. അവനെ പിടിച്ചത് അസൂയ കൊണ്ടാണ്. ക്രൂശിക്കാൻ പോകുന്നത്, കള്ളസാക്ഷികളെ നിരത്തുന്നത്, ഒറ്റി കൊടുപ്പുകാരനെ കണ്ടുപിടിച്ചത് എല്ലാം അസൂയ കൊണ്ടാണ്. ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഇവരുടെ ജനങ്ങളുടെ മേലുള്ള ആ വലിയ സ്വാധീനം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ജനം മുഴുവൻ അവന്റെ പിന്നാലെ ആയിപ്പോയി. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത് തന്നെ ഇപ്പോൾ ആവർത്തിക്കുകയാണ്. അപ്പോസ്തലന്മാരിലൂടെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ജനം മുഴുവനും അവരുടെ കൂടെ ആയിപ്പോയി. ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. ജനം മുഴുവനും സഭയുടെ കൂടെ ആയിപ്പോയാൽ, ജനം മുഴുവനും പ്രാർത്ഥനയിലേക്ക് വന്നാൽ, ജനം മുഴുവനും യേശുവേ എന്ന് വിളിച്ചാൽ, ജനം മുഴുവനും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ പിന്നെ അസൂയ ഉണ്ടാകാതിരിക്കുമോ? ഭൂമിയിൽ ആർക്കും കിട്ടാത്ത ജനസ്വാധീനമാണ് ഇപ്പോൾ അപ്പോസ്തലന്മാർക്ക്. അതായത് സ്വന്തം ഭാര്യയോട് ചോദിക്കാതെ ഭർത്താവിനെ കുഴിച്ചിടുന്നു, ഭർത്താവും ഭാര്യയെയും ഒരേ സ്ഥലത്ത് മക്കളോട് ചോദിക്കാതെ നാട്ടുകാരോട് ചോദിക്കാതെ കുഴിച്ചിടുന്നു. അതെങ്ങനെ? ഒരൊറ്റ വാക്ക് പറഞ്ഞേ ഉള്ളൂ, ശപിച്ചൊന്നുമില്ല. ഇത്രയ്ക്കാണോ നിലം വിറ്റത്? നിങ്ങളെന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് വ്യാജം കാണിച്ചത്? ഉടനെ അറ്റാക്ക് വന്ന് തീരുകയാണ്. പേടിച്ചുപോയി ജനം. ജനസ്വാധീനം. ജനങ്ങൾ ഭയപ്പെടുകയാണ്. സകല സഭയ്ക്കും മഹാഭയമുണ്ടായി. ദൈവസഭ എന്ത് ശക്തി കേന്ദ്രമാണല്ലേ! ഞാൻ വിശ്വസിക്കുന്ന ഈ അപ്പോസ്തല പ്രവൃത്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടും. അത് ഈ കൊച്ചു കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തു നിന്ന് വരും. അത് വടക്കേന്ത്യയിലേക്കും ലോകരാജ്യങ്ങളിലേക്കും പോകും. അന്ത്യകാല ഉണർവിന് ജീസസ് എവരുടെ കാരണമാകുമെന്ന് ഞാൻ ആത്മാവിൽ അറിയുന്നു, ഞാൻ പ്രവചിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും. ഈ അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസാധാരണമായ ദൈവപ്രവർത്തികൾ പ്രാർത്ഥിക്കുന്ന, ദാഹിക്കുന്ന, ആഗ്രഹിക്കുന്ന വീടുകളിലെല്ലാം ഉണ്ടാവും. നിന്റെ വീട് ഒരു ഉണർവ് കേന്ദ്രമായി മാറും. നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ വീടിൻ്റെ ഗേറ്റേ തൊടുന്നവർ വരെ സൗഖ്യമാകുമെന്ന്, ചർച്ചകളുടെ ഗേറ്റിൽ വന്ന് പിടിക്കുന്നവർക്ക് ആത്മാവിൻ്റെ ശക്തി അടിക്കുമെന്ന്. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത്
70 പേര് 80 പേര് മാത്രമുള്ള സഭ, പാസ്റ്റർ എം.എ. വർഗീസിൻ്റെ ചർച്ച്, ബെദേലേജി ചർച്ച്, ബാംഗ്ലൂർ, ഗംഗാനഗറിലുള്ള ഗംഗനഹള്ളി, അന്നൊരു ഗ്രാമമായിരുന്നു, ഇപ്പൊ ഗംഗാനഗറാണ്. അപ്പോൾ ആ ചെറിയ ഷീറ്റിട്ട ആ ചർച്ചിൻ്റെ ഒരു കൊച്ചു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ വന്ന് പിടിക്കുന്ന, അന്ന് ആർക്കും അവിടെ കാറില്ല, സൈക്കിൾ സ്കൂട്ടറൊക്കെ കയറാൻ വലിപ്പമുള്ള ഒരു ഗേറ്റേ ഉള്ളൂ. ആ കൊച്ച് ഗേറ്റിൽ വന്ന് ആരെങ്കിലും പിടിച്ചാൽ അവരുടെ മേലുള്ള ഭൂതം ഇളകി താഴെ പോകും. അപ്പൊ താഴെ വീഴുന്നവരെ അവിടുന്ന് പൊക്കിക്കൊണ്ടുവന്ന് ചർച്ച് ഹാളിൽ കടത്താൻ ആക്കിയ ചിലരുടെ കൂട്ടത്തിൽ ഞാനുണ്ട്. ഞങ്ങൾ ചുമന്നുകൊണ്ടുവന്ന് 2 പേര് ഈ ഭൂതം ബാധിച്ച ആളെ കൊണ്ടുപോയി അകത്ത് കിടത്തും. ഗേറ്റേ തൊട്ടതാണ്. പാസ്റ്റർ വന്ന് ഭൂതത്തെ പുറത്താക്കും. അങ്ങനെ വളർന്ന ചർച്ചാണത്. ദൈവശക്തി കൊണ്ട് ചരിത്രമുണ്ടാക്കിയ ഒരു സഭയാണ് ബദേലേജി ബാംഗ്ലൂരിലെ ചർച്ച്. ഇത് കണ്ടാണ് ഞാനൊക്കെ ആത്മാവിൽ വളർന്നത്. അതുകൊണ്ട് ഇതിന് സാധ്യത, നമ്മളൊക്കെ ആയിരിക്കുന്ന ചർച്ചുകളിലും വീടുകളിലും സാധ്യത കിടക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ വില കൊടുത്താൽ ഇതെല്ലാം വീണ്ടും മടങ്ങി വരുമെന്നേ. നമ്മൾ വിശ്വസിച്ചാൽ മതി. ഇത് സംഭവിച്ചിരിക്കണം, സംഭവിച്ചേ തീരൂ. കാരണം ഇതില്ലാണ്ട് സഭയ്ക്ക് യാതൊരു ഭാവിയുമില്ല. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിൽ വിശ്വസിക്കാം. അസൂയ, മറ്റുള്ളവർ അസൂയപ്പെടത്തക്ക രീതിയിൽ ഒരു സഭാ വളർച്ച, മറ്റുള്ളവർ അസൂയപ്പെടത്തക്ക രീതിയിൽ ഒരു അനുഗ്രഹം, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ ഒരു അത്ഭുതം, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ച, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ നല്ല ജോലി, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി, മറ്റുള്ളവർക്ക് എല്ലാവർക്കും അസൂയ, വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ അസൂയ തോന്നുന്ന രീതിയിൽ ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. കർത്താവ് അത് ചെയ്യും. പരിശുദ്ധാത്മാവ് അത് ചെയ്തിട്ടുണ്ട്. ഇനിയും അത് സംഭവിക്കും. പ്രാർത്ഥിക്കാം. യേശുവേ, ശൗലിന് ദാവീദിനോട് അസൂയ തോന്നി എന്നതുപോലെ അപ്പോസ്തലന്മാരോടും യേശു കർത്താവിനോടും അന്നുള്ള ജനങ്ങൾക്ക് അസൂയ തോന്നി എന്നതുപോലെ മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്ക രീതിയിൽ ചില പ്രവർത്തികൾ അങ്ങ് ചെയ്യണമേ. ഇസഹാക്കിനോട് ഫെലിസ്ത്യർക്കും അബിമേലെക്ക് എന്ന രാജാവിനും അസൂയ തോന്നിയതുപോലെ അങ്ങയുടെ സമ്പൽ സമൃദ്ധിയും അങ്ങയുടെ അഭിഷേകവും ഈ ദിവസങ്ങളിൽ ദൈവ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ. ഈ ജൂലൈ മാസത്തിൽ തന്നെ അത് സംഭവിക്കട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവർ തൊടുന്നതിലെല്ലാം അങ്ങനെ ഒരു വിടുതൽ ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരും ആത്മാവിൽ കത്തുന്നവരാകട്ടെ, കഴുകനെ പോലെ ചിറകടിച്ചുയരുന്നവരാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശു കർത്താവ് അതങ്ങനെ തന്നെ ചെയ്യും. ഈ വചനത്തിൽ എന്തു പറയുന്നുവോ അതങ്ങനെ തന്നെയാണ്. നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോവില്ല. വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 താല്പര്യമുള്ളവർ കടന്നു വരിക. അതുകൂടാതെ ഞങ്ങൾ പ്രൈസ് ജനറേഷൻ ടീം US-ലുണ്ട്. വാഷിങ്ടൺ DC-യിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. അവിടെ വെച്ച് കാണാൻ താല്പര്യമുള്ളവർക്ക് അവിടെ വെച്ച് കാണാനുള്ള അവസരം കർത്താവ് തരട്ടെ. ഒരു ചില ദിവസങ്ങൾ കൂടി, ഒരാഴ്ച കൂടി ഞങ്ങൾ അവിടെ തങ്ങുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഗോഡ് ബ്ലസ് യു.